നമസ്കാരം. സകലമാന വാർത്തകളുമായി സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വയനാട്ടിൽ ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങിയെന്ന് വനംവകുപ്പ്. പ്രതിഷേധം തുടർന്ന് നാട്ടുകാർ. വന്യമൃഗശല്യവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവും ദുരിതകാലമൊഴിയാതെ കണ്ണൂർ ചീക്കാട് ആദിവാസി കോളനി. കുടിവെള്ള പദ്ധതിയും നല്ല റോഡുമില്ല. ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപനങ്ങളിൽ മാത്രം. കണ്ടൽ കൊണ്ട് പച്ചത്തുരുത്തൊരുക്കി കാസർകോട്ടെ PV ദിവാകരൻ. പരിസ്ഥിതിക്കായി ജീവനം പദ്ധതി. ഔഷധ സസ്യങ്ങളും പരിപാലിച്ച് ദിവാകരൻ. കാഴ്ചക്കാർക്ക് വ്യത്യസ്ത അനുഭവമൊരുക്കി കോന്നി ആനക്കൂട്ടിലെ നക്ഷത്രവനം. വളരുന്നത് 200ഓളം ഔഷധ സസ്യങ്ങൾ. മലയോര ഹൈവേയിൽ പ്രതീക്ഷ പങ്കുവച്ച് PV അൻവർ. വയനാട്ടിലേക്ക് നീട്ടാൻ കേന്ദ്ര അനുമതിക്കായി ML. വാർത്തകളിലേക്ക് വിശദമായി പോകാം. വയനാട് മാനന്തവാടി പയ്യപ്പള്ളിയിൽ മധ്യവയസ്കനെ കുത്തിക്കൊന്ന കൊലയാളി ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൌത്യം ഇന്നും തുടരും. രാവിലെ 8 മണിക്കാണ് ഇന്നത്തെ ദൌത്യം ആരംഭിക്കുക. കാട്ടാന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയതിനെ തുടർന്ന് ഇന്നലെ ദൌത്യം നടന്നിരുന്നില്ല. തുടർന്ന് വനംവകുപ്പിനെതിരെ കനത്ത പ്രതിഷേധമാണ് ഉണ്ടായത്. ഇന്ന് അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ആനയെ ട്രാക്ക് ചെയ്യാനാകുമോ, ഒപ്പം മയക്കുവെടി വെക്കാനാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഉറ്റുനോക്കുന്നുണ്ട്. കുങ്കിയാനകൾ അടക്കമുള്ള ദൌത്യസംഘം അവിടേക്ക് എത്തിയിരുന്നു. ദൌത്യസംഘത്തെ വിപുലീകരിക്കുന്ന കാര്യത്തിലും തീരുമാനം ഇന്നുണ്ടാകുമെന്നാണ് അറിയുന്നത്. ഒരു ഭാഗത്ത് വന്യമൃഗശല്യം, മറുഭാഗത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ്. കണ്ണൂർ ഉദയഗിരി ചീക്കാട് ആദിവാസി കോളനിയിൽ ദുരിതകാലം ഒഴിയുന്നില്ല. 15 വർഷം മുമ്പാണ് ഉദയഗിരി പഞ്ചായത്തിലെ ചീക്കാട് പ്ലാന്റേഷൻ ഭൂമി ആദിവാസികൾക്ക് പതിച്ചു നൽകിയത്. കേരള കർണാടക വനാതിർത്തിയിൽപ്പെട്ടതാണ് ഉദയഗിരി ചീക്കാട് മേഖല. ഇവിടെ താമസിക്കുക എന്നത് ഏറെ ദുഷ്കരമാണ്. റോഡ്, വെള്ളം, വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഒരുക്കാതെയാണ് പുനരധിവാസ പാക്കേജിൽ 100 കണക്കിന് കുടുംബങ്ങളെ ഇവിടേക്ക് മാറ്റിയത്. മാറി മാറി വരുന്ന ഗവൺമെൻറ് ഞങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നിട്ട് വേണം ആദിവാസികൾ ഇവിടെ കയറ്റി പാർപ്പിക്കാൻ. ഒരു സൗകര്യങ്ങളില്ല. കുടിവെള്ളമില്ല, കറണ്ട് ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറണ്ട് കിട്ടിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതി വന്നതിൻ്റെ പേരിൽ മാത്രമേ ഞങ്ങൾക്ക് വൈദ്യുതി കിട്ടി. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നും ഇരുട്ടിത്തപ്പണ്ട് വന്നേനെ. അതുപോലെ തന്നെ വഴിവിളക്ക്. ഗവൺമെൻറ്റിനോട് പഞ്ചായത്തിനോടൊക്കെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ആന പകല് 8 മണി ഒക്കെ ആന ഇവിടെ ഈ വഴിയില്ലാതെ നിൽക്കുക. ഞങ്ങൾക്ക് പണിക്ക് പോകുമ്പോൾ വരെ പറ്റാത്ത അവസ്ഥയാണ്. പതിച്ചു കിട്ടിയ ഭൂമിയിൽ നിന്നും ഒരു കമ്പ് പോലും മുറിച്ചു മാറ്റാൻ അവകാശമില്ലാത്തവരായി വർഷങ്ങളോളം കുടിൽ കെട്ടി ഇവർ ഇവിടെ കഴിഞ്ഞു. പുനരധിവാസ പാക്കേജിൽ ഉൾപ്പെടുത്തി ചിലർക്ക് വീട് നിർമ്മാണത്തിന് തുക അനുവദിച്ചുവെങ്കിലും നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാൻ റോഡില്ലാത്തത് തടസ്സമായി. 2008 മുതൽ ഞങ്ങളിവിടെ വന്ന് നടക്കാണ്. അത് കഴിഞ്ഞ പിന്നെ ഇതുവരെ ഒരു അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ഇത് നമുക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ഏത് സർക്കാർ ഭരിച്ചാലും നമുക്ക് ഇതല്ലേ ഗതി. ആന വരുന്നു പോന്നു, നാശനഷ്ടത്തിന് അപേക്ഷ കൊടുക്കുന്നു, ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഇപ്പം തന്നെ ഞാൻ എൻ്റെ കൊടുത്തിട്ട് 3 വർഷം കഴിഞ്ഞു. 10-30 കവുങ്ങ്, 10-200 വാഴ എല്ലാം കളഞ്ഞാൽ ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. വീണ്ടും വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു ഒരു മൺറോഡെങ്കിലും ഉണ്ടാവാൻ. സമ്പൂർണ്ണ വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി വെളിച്ചമെത്തിയത് ഒഴിച്ചാൽ മറ്റൊന്നും ഇവിടെ ഇപ്പോഴുമില്ല. കോളനിയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് കുറച്ചു ഭാഗം കോൺക്രീറ്റ് റോഡുണ്ടെങ്കിലും പാലം ഇടുങ്ങിയതായതിനാൽ വാഹനങ്ങൾക്ക് എത്താനാകില്ല. അശാസ്ത്രീയമായ പാലം നിർമ്മാണത്തിനെതിരെ കോളനിക്കാർ പരാതി പറഞ്ഞെങ്കിലും അധികൃതർ കേട്ടതായി പോലും നടിച്ചില്ല. വീതി കുറഞ്ഞ പാലത്തിൽ കൂടി കഷ്ടിച്ച ഒരു ഓട്ടോറിക്ഷയ്ക്ക് മാത്രമാണ് കടന്നു പോവാനാവുക. 45 ലക്ഷം രൂപ ചെലവഴിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതുകൊണ്ട് കോളനിക്കാർക്ക് ഒരു പ്രയോജനവും ഉണ്ടായില്ല. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഫണ്ട് 45 ലക്ഷം രൂപ വിനിയോഗിച്ചുകൊണ്ടാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. 3 മീറ്റർ പാലം പണിയണമെന്ന് പറഞ്ഞ് അവർ കോൺട്രാക്റ്റുകാരനും എഞ്ചിനീയറും കൂടി ഇതിനകത്ത് ഈ പണം കോൺട്രാക്റ്റുകാരൻ തട്ടിയെടുക്കുകയും പിന്നെ എഞ്ചിനീയർ കള്ളൊപ്പിട്ട് കൊടുക്കുകയും ചെയ്തിട്ടാണ് ഈ പാലത്തിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത്. ഞങ്ങൾക്കിപ്പോൾ ഒരു ഓട്ടോറിക്ഷ പോകേണ്ട കഷ്ടി ഒരു ഓട്ടോറിക്ഷ പോവാം. അതായത് ഞങ്ങളുടെ വീട്ടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽസ് കൊണ്ടുപോകണമെങ്കിൽ തലച്ചുമടകളായിട്ടാണ് ഇവിടുന്ന് കൊണ്ടുപോകേണ്ട അവസ്ഥയാണ് ഞങ്ങൾക്കുള്ളത്. കോളനിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ ആരംഭിച്ച പദ്ധതി കാടുകയറി നശിച്ചു. ഈ ദുരിതങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് വന്യമൃഗങ്ങൾ ജനവാസ പ്രദേശത്ത് നാശം വിതയ്ക്കുന്നത്. രാവിലെ ഉണ്ടാവും, റോഡിലുണ്ടാവും. പിന്നെ കടുവ ഉണ്ടാവും, എല്ലാ സാധനവും ഉണ്ട് ഈ റോഡിലുണ്ട്.
നമ്മൾ 6 മണിക്കെല്ലാം ചിലപ്പോൾ പണിക്ക് പോകുന്നവർ ചിലപ്പോൾ പേടിച്ചിട്ട് വീട് ഓടിയിട്ടുണ്ട്. എൻ്റെ മോൻ തന്നെ ഇത് വീട് ഓടിച്ചിട്ടുണ്ട്, കടുവനെ പൊടിച്ചിട്ട്. അടുത്തിടെ 10ഓളം വരുന്ന ആനക്കൂട്ടം കോളനിയിലിറങ്ങി കൃഷി അപ്പാടെ നശിപ്പിച്ചു. വർഷങ്ങളോളം അധ്വാനിച്ചുണ്ടാക്കിയ കവുങ്ങും തെങ്ങും എല്ലാം നിലം പൊത്തി. ഇന്നലെ രാവിലെ ആന കരയുന്നത് ഞാൻ കേട്ടു ഇവിടുന്ന്. അപ്പം ഞാൻ വിചാരിച്ചു അല്ല പട്ടി എങ്ങാനും ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞിട്ട് എങ്ങാനും അത്രേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ ഞാൻ വെറുതെ മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ അടുക്കളയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങിപ്പോണ്ട് 10 ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നത്. ആനയും കടുവയും എല്ലാം ഇടയ്ക്കിടെ കോളനിക്കാരുടെ ഉറക്കം കെടുത്തുമ്പോഴും അധികൃതരാരും തിരിഞ്ഞു നോക്കുന്നില്ലെന്ന പരാതിയാണ് ഇവർക്ക്. സർക്കാരായിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾക്ക് നേരത്തെ ചോദിക്കാനോ പറയാനോ പറ്റില്ല. എന്താ കാരണം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ പട്ടയമല്ല, അതുകൊണ്ട് അല്ല താൽക്കാലിക പട്ടയം. ഒരേക്കർ ഭൂമി വീട് വെച്ച് താമസിക്കാന്നുള്ളത്. പിന്നെ ആദായം കൊണ്ട് വെച്ച് പിടിപ്പിക്കുക, അതിങ്ങനെ തലമുറയായിട്ട് കഴിഞ്ഞു പോകാന്നേ ഉള്ളൂ. ആദിവാസികളുടെ ക്ഷേമത്തിന് കോടികൾ ചിലവഴിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും പല പദ്ധതികളും പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണ്. ന്യൂസ് 18 ആലക്കോട്. ഇനി നമുക്ക് പത്തനംതിട്ട കോന്നിയിലേക്ക് പോകാം. കോന്നി ആനക്കോട്ടിലെ നക്ഷത്രവനം കാഴ്ചക്കാർക്ക് പുത്തൻ അറിവേകുകയാണ്. 200ഓളം ഔഷധ സസ്യങ്ങളാണ് ഇവിടെയുള്ളത്. മലയാളികൾക്കേറെ പരിചിതമായ കുറുന്തോട്ടിയും ആടലോടകവും തൊട്ടാവാടിയും ഉൾപ്പെടെ നമ്മൾ കേട്ടറിഞ്ഞിട്ട് പോലുമില്ലാത്ത നിരവധി ഔഷധ സസ്യങ്ങളാണ് കോന്നി ആനക്കൂട്ടിലെ നക്ഷത്രവനത്തിൽ. ഇതിൽ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് നക്ഷത്രവൃക്ഷങ്ങളാണ്. ഓരോ നാളിനും ഓരോ വൃക്ഷം. തിരുവാതിരയ്ക്ക് കരിമരമാണെങ്കിൽ രോഹിണിക്ക് ഞാവൽ എന്നിങ്ങനെയാണ് നക്ഷത്രങ്ങളുടെ പേരിലുള്ള വൃക്ഷങ്ങൾ. ഓരോ ഔഷധ സസ്യങ്ങളുടെയും പ്രത്യേകതകളും ഗുണങ്ങളും ശ്രദ്ധേയമാണ്. മലയാളിക്ക് അന്യമാകുന്ന ഔഷധ വൃക്ഷങ്ങൾ പ്രത്യേക പരിഗണനയിലാണ് ഇവിടെ പരിപാലിക്കുന്നത്. അന്യം നിന്നു പോകുന്ന വംശനാശ ഭീഷണി നേരിടുന്ന അനവധി അതായത് എനിക്ക് തോന്നുന്നു 200-ലധികം ഔഷധ സസ്യങ്ങൾ ഈ നമ്മുടെ കോന്നി ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവിടെ നമ്മൾ നട്ട് പരിപാലിച്ച് സംരക്ഷിച്ച് വരുന്നുണ്ട്. ഇതിനെ സംരക്ഷിക്കാൻ തന്നെ ഒരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും അത് വളരെ വൃത്തിയായി തന്നെ ചെയ്തു വരുന്നു. നക്ഷത്രവനത്തിൽ അപൂർവ ഇനം ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളുമുണ്ട്. ഓരോ നാളുകാരും അവർ സംരക്ഷിക്കേണ്ട വൃക്ഷങ്ങളെക്കുറിച്ച് പറഞ്ഞു നൽകുന്നതിലൂടെ മരങ്ങളുടെ സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവുമാണ് വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് 18 പത്തനംതിട്ട. കേരളത്തിലുടനീളം ഔഷധ സസ്യങ്ങളും കണ്ടൽ തൈകളും വെച്ചുപിടിപ്പിക്കാൻ പ്രയത്നിക്കുന്ന പരിസ്ഥിതി പ്രവർത്തകനാണ് കാസർഗോഡ് നീലേശ്വരത്തെ PV ദിവാകരൻ. ഇതിനായി ജീവനം എന്ന പേരിൽ സ്വന്തമായ ഒരു പരിസ്ഥിതി പദ്ധതി തന്നെയുണ്ട് ദിവാകരൻ. ജീവിക്കാൻ വേണം വനം എന്നതാണ് ദിവാകരന്റെ ജീവനം പദ്ധതിയുടെ മുദ്രാവാക്യം. കൃഷിക്കും കർഷകനും പ്രയോജനപ്പെടുന്ന പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി പ്രാദേശിക കാർഷിക ശാസ്ത്രജ്ഞൻ എന്ന പേരും ദിവാകരൻ സ്വന്തമാക്കി. 10 വർഷത്തിലധികമായി പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാണ് ദിവാകരൻ. 1000ഓളം ഔഷധ സസ്യങ്ങളുടെ തോട്ടം സ്വന്തം വീട്ടുവളപ്പിലൊരുക്കിയായിരുന്നു തുടക്കം. പിന്നീട് ഔഷധത്തോട്ടങ്ങളുടെ വ്യാപനത്തിനായി ജീവനം പദ്ധതി ആവിഷ്കരിച്ചു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായി 300ഓളം സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഔഷധത്തോട്ടങ്ങളും മിയാവാക്കി വനങ്ങളും ഒരുക്കി നൽകി. പിന്നീടാണ് കണ്ടൽ വനവൽക്കരണം കൂടി ഇദ്ദേഹത്തിന്റെ പദ്ധതിയിൽ ഇടം പിടിച്ചത്. എനിക്ക് സ്വന്തമായിട്ടൊരു പദ്ധതിയുണ്ട്. ജീവിക്കാൻ വനമുണ്ടെങ്കിലേ ശുദ്ധവായും ശുദ്ധജലവും ലഭിക്കൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിനകം തന്നെ ലക്ഷക്കണക്കിന് ചെടികൾ നമ്മൾ സൗജന്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ലയിലായിട്ട് 300-ലധികം സ്ഥാപനങ്ങളിൽ ഔഷധത്തോട്ടങ്ങളും ജൈവവൈദ്യ പാർക്കുകളും അതേപോലെ തന്നെ മിയാവാക്കി വനങ്ങളൊക്കെ ആക്കി ചെയ്തു കൊടുത്തിട്ടുണ്ട്. 10,000-കണക്കിന് വിത്തുകൾ ശേഖരിച്ച് പുരീടത്തിലൊരുക്കിയ കണ്ടൽ നഴ്സറി ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നു. ഹരിത കേരള മിഷനു വേണ്ടി 8 ജില്ലകളിൽ കണ്ടലുകളുടെ പച്ചത്തുരത്തൊരുക്കി. വിദ്യാർത്ഥികളും ക്ലബ്ബുകളുമായി സഹകരിച്ച് തീരസംരക്ഷണത്തിനായി കണ്ടൽ തൈകൾ സൗജന്യമായി നൽകി. ഇനി പൊതുസ്ഥലങ്ങളിൽ നൈസർഗികമായി വളരുന്ന ഔഷധ സസ്യങ്ങൾ സംരക്ഷിച്ച് നിലനിർത്തുക എന്നതാണ് ദിവാകരൻ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യം. ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടുത്തി ക്ലാസുകൾ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ദിവാകരൻ. ന്യൂസ് 18 നീലേശ്വരം. സ്വന്തം നാട്ടിലെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളുടെ റിപ്പോർട്ടർമാർക്കൊപ്പം സെലിബ്രിറ്റികളും ഉണ്ട്. കലാ, സാംസ്കാരിക, സിനിമ, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖർ റിപ്പോർട്ടർമാരായി നിങ്ങളിലേക്ക് എത്തുന്നു. മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കുക എന്ന വലിയ സ്വപ്നമാണ് നിലമ്പൂർ MLA PV അൻവർ പങ്കുവയ്ക്കുന്നത്. മലയോര ഹൈവേക്ക് വയനാട്ടിലേക്ക് നീട്ടാൻ കേന്ദ്ര അനുമതി ലഭിച്ചാൽ അത് സംസ്ഥാനത്തിന്റെ ഗതാഗത മേഖലയിൽ തന്നെ സമാനതകളില്ലാത്ത മാറ്റം കൊണ്ടുവരും. PV അൻവർ MLA ന്യൂസ് 18 റിപ്പോർട്ടറാകുന്നു.
പൂക്കോട്ടുപാടം മുതൽ തമ്പുരാട്ടിക്കല്ല് വരെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മലയോര ഹൈവേ കടന്നു പോകുന്നത്. 12 മീറ്റർ വീതിയിലാണ് മലയോര ഹൈവേ. രണ്ടു ഭാഗത്തും 1.5 മീറ്റർ വീതം ഡ്രൈനേജും 9 മീറ്റർ വീതിയിൽ ടാറിങ്ങും യൂട്ടിലിറ്റി ഏരിയയും വരും. ഗതാഗത ദുരിതം അനുഭവിക്കുന്ന മലയോര നിവാസികൾക്ക് ഈ പാത നൽകുന്നത് വലിയ പ്രതീക്ഷകളാണ്, ആശ്വാസമാണ്. പ്രദേശവാസികൾക്ക് പറയാൻ ഏറെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഈ വയനാട് മേപ്പാടി ഈ റോഡ് എന്ന് പറയുന്നത്. വലിയ എത്രയോ കാലമായിട്ട് അതിനു വേണ്ടിയിട്ടുള്ള മുറവിളികളും സമരങ്ങളും ഒക്കെ കുറേ കാലമായി ഉയർത്തുന്നതാണ്. എന്നാൽ നാളിതുവരെയായി അതിനു വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നമുക്ക് പറയാൻ വേണ്ടി കഴിയും 2016 ഒന്നാം പിണറായി സർക്കാർ, ആ ഒന്നാം പിണറായി സർക്കാരിൻ്റെ സമയത്ത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ MLA ആയി PV അൻവർ തെരഞ്ഞെടുത്തതിന് ശേഷം ഏറ്റവും പ്രാധാന്യം കൊടുത്തു കൊണ്ടുവന്നതാണ് ഈ മലയോര ഹൈവേ. പൂക്കോട്ടുംപാടത്ത് നിന്ന് മുണ്ടേരിയിലെ ഫാം ഗേറ്റ് വരെ 42 കിലോമീറ്ററാണ്. ആ 42 കിലോമീറ്ററുള്ള മലയോര ഹൈവേ ഇപ്പോൾ മനോഹരമായി ഞങ്ങളുടെ ഈ നാട്ടിലൂടെ കടന്നു പോകുന്ന ഈ റോഡ് ഒരുപാട് വികസന സാധ്യതകളാണ് ഞങ്ങൾക്ക് തരുന്നത്. ഒരു ഗ്രാമപ്രദേശം പോലെ കടന്നതാണ് നമ്മുടെ മുത്തേടം പഞ്ചായത്ത്, കരുളായി ആ ഒരു ഏരിയ. ഇപ്പോൾ അത്യാവശ്യം നല്ല വികസനമാണ്, അത്യാവശ്യം ബിൽഡിങ്ങുകൾ വരുന്നുണ്ട്, തൊഴിലവസരങ്ങൾ, അങ്ങനെ നല്ല ഉപകാരപ്രദമാണ് ഈ ഒരു പദ്ധതി. 3 ഭാഗങ്ങളായിട്ടാണ് നിലമ്പൂർ മണ്ഡലത്തിൽ മലയോര ഹൈവേ നിർമ്മിക്കുന്നത്. പൂക്കോട്ടുപാടം മുതൽ കാറ്റാടിപ്പാലം വരെ 15 കിലോമീറ്റർ റോഡ് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു. ചാത്തമുണ്ട മുതൽ തമ്പുരാട്ടിക്കല്ല് വരെയുള്ള 10 കിലോമീറ്ററിൽ 3 കിലോമീറ്റർ ദൂരമാണ് ഇനി പൂർത്തിയാവാനുള്ളത്. ചാത്തമുണ്ട മുതൽ കാറ്റാടിപ്പാലം വരെയുള്ള 10 കിലോമീറ്റർ ദൂരം നിർമ്മാണ എസ്റ്റിമേറ്റ് പുരോഗമിക്കുകയാണ്. സ്ഥലമേറ്റെടുക്കൽ പൂർത്തിയായാൽ എടക്കര, ചുങ്കത്തറ പഞ്ചായത്തുകളിൽ കൂടി നിർമ്മാണം തുടങ്ങും. ഈ തടസ്സങ്ങൾ പരിഹരിക്കുകയാണ് വെല്ലുവിളി. ഈ മേഖലകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് ഒരുപാട് വികസനത്തിനുള്ള ഒരുപാട് സാധ്യതകൾ ഈ പാത തീർച്ചയായിട്ടും ഉണ്ടാകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് യാത്രാ ദുരിതം ഒഴിവാകാനും എത്രയും പെട്ടെന്ന് ഇത്തരം സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാനൊക്കെ ഈ പാത ഒരുപാട് അടിയന്തര പ്രാധാന്യമുള്ള സംവിധാനം തന്നെയാണിത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. ഈ പാത വനമേഖലയിലൂടെ വയനാട്ടിലേക്ക് നീട്ടുകയാണ് വലിയ ലക്ഷ്യം. അത് അത്ര എളുപ്പമല്ല. കേന്ദ്രത്തിന്റെ അനുമതി വേണം, പല ചട്ടങ്ങളും തിരുത്തണം. യാഥാർത്ഥ്യമായാൽ താമരശ്ശേരി ചുരത്തിനും നാടുകാണി ചുരത്തിനും പകരം ആശ്രയിക്കാവുന്ന ഒരു പുതിയ പാതയായി മാറും ഇത്. ശബരിമലയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏറ്റവും ഷോർട്ടായിട്ട് പോകാൻ, എടക്കരയിൽ വന്ന് നേരെ പെരിന്തൽമണ്ണയിലേക്ക് പോകാൻ ഏറ്റവും കുറഞ്ഞ ഗതാഗത സമയം കൊണ്ട് എത്താൻ പറ്റുന്ന ഒരു പാത കൂടിയാണ് മലയോര ഹൈവേ. ഈ മലയോര ഹൈവേ യാഥാർത്ഥ്യമാക്കിയാൽ അതായത് ശബരിമല പോലുള്ള ഈ തീർത്ഥാടന യാത്രക്കാർക്ക് വളരെയധികം ഗുണപ്രദമാകുന്ന ഒരു പാതയാണ്. തീർച്ചയായിട്ടും ഈ ഒരു പാത നടപ്പാക്കിയാൽ കേരളം മാത്രമല്ല അന്യ സംസ്ഥാനങ്ങളിലുള്ള ഒരുപാട് ആളുകൾക്ക് ഈ പാത ഉപയോഗപ്പെടും. വനത്തിലൂടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്രം ഇളവ് നൽകിയാൽ വയനാട്ടിലേക്കുള്ള മലയോര പാത യാഥാർത്ഥ്യമാകും. അതൊരു മേഖലയുടെ വികസനത്തിനും പ്രദേശവാസികളുടെ ജീവിതത്തിലും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ പ്രതീക്ഷകൾക്കും അപ്പുറത്തുള്ളതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതോടുകൂടിയിട്ട് വയനാടുമായി ബന്ധിപ്പിക്കുന്ന പാത കൂടി പൂർത്തിയാകുന്നതോടുകൂടി ഇത് വലിയ ആശ്വാസകരമായ ഒരു പദ്ധതിയായി മാറും. ന്യൂസ് 18 വേണ്ടിയിട്ട് PV അൻവർ MLA. സംസ്ഥാന ബജറ്റിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളുണ്ട് പട്ടാമ്പിയിൽ. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ചിത്രകലാ അധ്യാപികയായ രമ്യ സന്ദീപ് വരച്ച ചിത്രമാണ് ഇത്തവണത്തെ ബജറ്റിന്റെ കവർ പേജായി തെരഞ്ഞെടുത്തത്. രമ്യ ക്യാൻവാസിൽ തയ്യാറാക്കിയ പ്രകൃതിയുടെ മനോഹര ചിത്രമാണ് ബജറ്റ് കവർ പേജിനായി തെരഞ്ഞെടുത്തത്. നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിന്റെ കവർ പേജ് ഒരുക്കിയ രമ്യ ടീച്ചർ ഇപ്പോൾ താരമാണ്. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിത്രകലാധ്യാപികയായ രമ്യ സന്ദീപ് തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയാണ്. കവർ പേജിനായി ക്ഷണിച്ചതിൽ വന്ന നിരവധി ചിത്രങ്ങളിൽ നിന്നാണ് രമ്യ ടീച്ചറുടെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രകൃതി എന്ന ആശയം മുൻനിർത്തി കേരളത്തിന്റെ തനത് ഭംഗി ഉൾക്കൊള്ളിച്ചതാണ് ചിത്രം. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈൻ ആർട്സ് പാസ്സായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്രപ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിൽ
ചിത്രകല അഭ്യസിച്ചിട്ടുള്ള രമ്യ 2 വർഷമായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപികയായി ജോലി ചെയ്യുന്നു. സംസ്ഥാന തലത്തിൽ തന്റെ ചിത്രം തിരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ ആഹ്ലാദത്തിലാണ് ഈ അധ്യാപിക. നമ്മുടെ കേരള നിയമസഭയുടെ എൻവയോൺമെന്റൽ ബഡ്ജറ്റ് അവതരിപ്പിച്ചതിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്യാനുള്ള, കവർ പേജിലെ പെയിന്റിങ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു. വളരെ സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കൊടുത്തിരുന്നു, പക്ഷെ സമയം കഴിഞ്ഞതിനാൽ അത് സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്രാവശ്യം അത് അവരൊരു ആശയം ഇങ്ങോട്ട് പറഞ്ഞിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലെ ടെക്നോളജി ഡെവലപ്മെന്റും അതേസമയം തന്നെ പരിസ്ഥിതിയെ സന്തുലിതമായി പരിപാലിക്കുന്ന രൂപത്തിലുള്ള ഒരു ആശയമാണ് അവർ പറഞ്ഞത്. പിന്നെ പുതിയ ആയിട്ട് സഹകരിച്ചിട്ടാണ് ഇനിയുള്ള മുന്നേറ്റങ്ങൾ അതും ഉൾക്കൊള്ളിക്കണമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു ആശയത്തിന്റെ പുറത്താണ് ഈ ചിത്രം ഞാൻ വരയ്ക്കുന്നത്. സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയയായ രമ്യ ടീച്ചറെ പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അനുമോദിച്ചു. ഹെഡ് മിസ്ട്രസ് ടി രാധ ടീച്ചർ, പ്രശാന്ത് മാസ്റ്റർ എന്നിവർ ഉപഹാരം കൈമാറി. കഴിഞ്ഞ വർഷം ബജറ്റിന്റെ കവർ പേജ് തയ്യാറാക്കാൻ ശ്രമിച്ചെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല. ഇത്തവണ ഇത് മുൻകൂട്ടി കണ്ട് നേരത്തെ തന്നെ ചിത്രങ്ങളും ബയോഡാറ്റയും ധനകാര്യ വകുപ്പിന്റെ മെയിലിലേക്ക് അയച്ചു. തുടർന്ന് അവർ നിർദ്ദേശിച്ച ആശയം തയ്യാറാക്കി നൽകുകയായിരുന്നു. ഭർത്താവ് സന്ദീപ് ശിവപ്രസാദ് ബംഗളൂരുവിൽ IT സ്ഥാപനത്തിലെ ജീവനക്കാരനാണ്. ഇഷാൻ ദർശൻ ഏക മകനും. ന്യൂസ് 18 പട്ടാമ്പി. കോതമംഗലം കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗോത്രകലാ പരിപോഷണ പരിപാടിയായ ഊരാട്ടം 2024 ശ്രദ്ധേയമായി. ഗോത്ര വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഗോത്ര കലാരൂപങ്ങളും തനത് വിഭവങ്ങളുടെ പ്രദർശനവും നടന്നു. ഊരാട്ടത്തിന്റെ ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PAM ബഷീർ നിർവഹിച്ചു. കുട്ടമ്പുഴ പഞ്ചായത്തിലെ 15ഓളം ആദിവാസി ഊരുകളിലെ അന്തേവാസികളാണ് ഊരാട്ടത്തിൽ പങ്കെടുത്തത്. അരയൻ, ഉള്ളാടൻ, മുതുവാൻ, മന്നാൻ, മലയരയൻ എന്നീ വിഭാഗങ്ങൾ അവരുടെ തനതു കലാരൂപങ്ങൾ അവതരിപ്പിച്ചു. വിവിധ ആദിവാസി കോളനികളുടെ നേതൃത്വത്തിൽ കൂത്ത്, മന്നാൻ കൂത്ത്, മുതുവാൻ കൂത്ത്, കുമ്മിയടി, കെന്നഞ്ചി, കുമ്മിയടി തുടങ്ങിയ ഗോത്രകലാരൂപങ്ങൾ അരങ്ങേറി. സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഊരാട്ടം അക്ഷരാർത്ഥത്തിൽ ഉത്സവമായി മാറുകയായിരുന്നു. ആദിവാസി വിഭാഗത്തിന്റെ കലാരൂപങ്ങൾ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും എല്ലാവരെയും ഒന്നിച്ച് ഒരു വേദിയിൽ കൊണ്ടുവരാനുമാണ് ഊരാട്ടത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ എല്ലാ വർഷത്തെയും പ്രോജക്റ്റിന്റെ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ആദിവാസി കലാരൂപങ്ങളെ ഇവിടെ കൊണ്ടാടുന്നത്. ഊരാട്ടം എന്ന പേരിലാണ് ഇവിടെ ഇത് നടത്തപ്പെടുന്നത്. നമുക്ക് 5 വിഭാഗക്കാരാണ് ST മേഖല എന്നുള്ളവരെ ഇവിടെ ഉള്ളത്. അരയൻ, ഉള്ളാടൻ, മുതുവാൻ, മന്നാൻ, മലയരയൻ എന്ന വിഭാഗങ്ങളാണ് ഇവിടെ ഉള്ളത്. അവരുടെ കലാരൂപങ്ങൾ അവരെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകാനും അവരെ ഒരുമിച്ച് കാണാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഈ ഊരാട്ടത്തെ കണക്കാക്കുന്നത്. അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും എല്ലാ ഭരണസമിതി ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നമ്മളിത് മുന്നോട്ട് പോകുന്നത്. മസാലപ്പൊടികൾ, കൂവപ്പൊടി, കാപ്പിപ്പൊടി, LED ബൾബ്, കരകൗശല വസ്തുക്കൾ, വനവിഭവങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിൽപ്പനയും ഒരുക്കിയിരുന്നു. ന്യൂസ് 18 കുട്ടമ്പുഴ. പ്രകൃതിയുടെ മനോഹര കാഴ്ചകൾ ഒരുക്കുന്നിടമാണ് ഇടുക്കി പൊന്മുടി ഡാം ടോപ്പ്. പൊന്മുടി ജലാശയത്തിന്റെ വിശാലതയാണ് കാഴ്ചയുടെ ഭംഗി വർദ്ധിപ്പിക്കുന്നത്. ജലാശയത്തിന് ചുറ്റുമുള്ള പച്ചപ്പും പാറക്കെട്ടുകളുമൊക്കെ പൊന്മുടിയെ സുന്ദരമാക്കുമ്പോൾ ഇവിടേക്കെത്തുന്ന സന്ദർശകരും പുതിയൊരു അനുഭവത്തിന് സാക്ഷ്യം വഹിക്കും. ഇടുക്കിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് പൊന്മുടി. പൊന്മുടി അണക്കെട്ടും കുന്നിൻ ചെരുവിൽ പരന്നുകിടക്കുന്ന ജലാശയവും ഇരുകരകളിലുമായുള്ള കാനനഭംഗിയുമൊക്കെയാണ് പൊന്മുടിയുടെ സൗന്ദര്യം. ജലാശയത്തോട് ചേർന്നുള്ള പാറക്കെട്ടും താഴ്വാരത്തു കൂടിയുള്ള റോഡും പൊന്മുടിയുടെ മറ്റൊരു മനോഹര കാഴ്ചയാണ്. My experience is too good. The location is the very prime location.
there is a echo sounds, we are surroundings, we are calling our names and echo sounds has coming and scene vagara very too good, very excellent. And we are doing safari also, adventure also, zip line, everything is very perfect and very good. കൊന്നത്തടി രാജാക്കാട് പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന പൊന്മുടിയുടെ സായാഹ്നങ്ങളും ഏറെ മനോഹരമാണ്. വൈകുന്നേരങ്ങളിൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ നാട്ടുകാരും പുറംനാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ ഇവിടേക്കെത്തുന്നു. മധ്യവേനൽ അവധിക്കാലം എത്തുന്നതോടെ പൊന്മുടിയിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തിത്തുടങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് 18 ഇടുക്കി. ഇനി ഇന്നത്തെ അറിയിപ്പുകൾ നോക്കാം. വയനാട് തിരുനെല്ലിയിൽ കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല, കുറുവ, കാടംകൊല്ലി, പയ്യമ്പള്ളി ഡിവിഷനുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കളക്ടർ രേണുരാജ് അവധി പ്രഖ്യാപിച്ചു. ഇടുക്കി പാമ്പാടുംപാറയിൽ രാവിലെ 9 മണി മുതൽ 5:30 വരെ വൈദ്യുതി വിതരണം തടസ്സപ്പെടും. നെടുങ്കണ്ടം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് പരിധിയിൽ വരുന്ന ആദിയാർപുരം തെക്കേ കുരിശുമല റോഡ് വീതി കൂട്ടുന്നതിന്റെ ഭാഗമായാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ആലപ്പുഴ വാട്ടർ അതോറിറ്റിയുടെ ആലിശ്ശേരി, ചുടുകാട്, തൂക്കുകുളം പമ്പ് ഹൌസുകളിൽ നിന്നുള്ള പമ്പിംഗ് ഇന്ന് രാവിലെ 10 മണി മുതൽ 12 മണി വരെ ഉണ്ടായിരിക്കുന്നതല്ലെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. ഗജരത്നം ഗുരുവായൂർ പത്മനാഭന്റെ 4ാം അനുസ്മരണം ഇന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ രാവിലെ 9 മണിക്ക് ശ്രീവത്സം അതിഥി മന്ദിര വളപ്പിൽ നടക്കും. ആനത്താവളത്തിന് 5 ആനകൾ പത്മനാഭന് സ്മരണാഞ്ജലി നേരും. ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ, ഭരണസമിതി അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന തെരുവ് നാടകത്തിന്റെയും ഫ്ളാഷ് മോബിന്റെയും ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കി കളക്ടറേറ്റിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ.ടി. ബിനു ഉദ്ഘാടനം ചെയ്യും. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ സമുന്നത നേതാവും മുൻ സംസ്ഥാന പ്രസിഡന്റുമായിരുന്ന ടി. നസറുദ്ദീൻ അനുസ്മരണം സംഘടിപ്പിച്ചു. മുക്കം വ്യാപാര ഭവനിൽ വെച്ച് നടന്ന പരിപാടി വൈസ് പ്രസിഡന്റ് റഫീഖ് മാളിക ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂരിലെ ഹോട്ടലുകൾ നാളെ അടച്ചിടും. വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം. മാലിന്യ സംസ്കരണം ഉൾപ്പെടെ 29 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കടയടപ്പ് സമരം നടത്തുന്നത്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സംസ്ഥാന കമ്മിറ്റിയും പിന്തുണ നൽകിയിട്ടുണ്ട്. വയസ്സ് 102 നിൽക്കുമ്പോഴും തൃശൂർ വെള്ളിക്കുളങ്ങര പോത്തൻചിറയിലെ നെറ്റിക്കാടൻ വീട്ടിൽ വർക്കി കർമ്മനിരതനാണ്. വാർദ്ധക്യത്തിന്റെ അവശതകളെ ഇച്ഛാശക്തി കൊണ്ടും ചിട്ടയായ ദിനചര്യകൾ കൊണ്ടും മറികടക്കുന്ന ഈ വയോധികന്റെ ജീവിതം പുതുതലമുറയ്ക്ക് വലിയ സന്ദേശമാണ് പകരുന്നത്. ഈ റിപ്പോർട്ടോടെ സകലമാന കേരളം പൂർണ്ണമാകുന്നു. നമസ്കാരം. മേലൂരിലെ കർഷക കുടുംബത്തിലാണ് വർക്കിച്ചേട്ടന്റെ ജനനം. 7ാം ക്ലാസ് വരെ പഠിച്ചു. പിന്നീട് പിതാവിനൊപ്പം കൃഷിപ്പണികളിൽ സജീവമായി. എല്ലാതരം കൃഷികളും ഉണ്ടായിരുന്നെങ്കിലും പുൽത്തൈലം വാറ്റിയെടുക്കാനുള്ള ഇഞ്ചിപ്പുൽ കൃഷിയാണ് അന്ന് പ്രധാനമായും ചെയ്തിരുന്നത്. അടിച്ചിലി, മൂക്കന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ കുന്നിൻ പ്രദേശത്തായിരുന്നു ഇഞ്ചിപ്പുല്ല് കൃഷി ചെയ്തിരുന്നത്. പണിക്കാരോടൊപ്പം വർക്കിച്ചേട്ടനും കൃഷിപ്പണികളിൽ പങ്കുചേരും. കൊച്ചി, തിരുവിതാംകൂർ രാജ്യങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളായിരുന്നതിനാൽ അക്കാലത്ത് പുകയില, ഉപ്പു തുടങ്ങിയവ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നതായി വർക്കിച്ചേട്ടൻ ഓർക്കുന്നു. രാവിലെ ജോലിക്കെത്തുന്ന തൊഴിലാളികളെ പരിശോധനയ്ക്ക് വിധേയരാക്കുന്ന സമ്പ്രദായവും അക്കാലത്തുണ്ടായിരുന്നു. എനിക്ക് ഇപ്പോൾ 102 വയസ്സ്. അത്യാവശ്യം കാര്യങ്ങൾക്കൊക്കെ ആരെയും ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഇതുവരെ കിടപ്പിലായിട്ട് വന്നിട്ടില്ല. മരുന്നുകളും വലിയ കാര്യമായിട്ടൊന്നുമില്ല, കഴിക്കേണ്ടി വന്നിട്ടില്ല. വിവാഹിതനായ ശേഷമാണ് മേലൂരിൽ നിന്ന് മറ്റത്തൂർ പഞ്ചായത്തിന്റെ കിഴക്കൻ മലയോര ഗ്രാമമായ പോത്തൻചിറയിലേക്ക് സ്ഥിരതാമസത്തിനെത്തിയത്. റബ്ബർ അടക്കമുള്ള കൃഷികളിൽ നിന്നുള്ള വരുമാനത്തിലൂടെയാണ് ജീവിതം കെട്ടിപ്പടുത്തത്. 3 ആൺമക്കളും 1 മകളുമുണ്ട്. ഭാര്യ ത്രേസ്യക്കുട്ടി മാസങ്ങൾക്ക് മുൻപ് മരിച്ചു. 102ാം വയസ്സിലും പറയത്തക്ക രോഗങ്ങളൊന്നുമില്ലാതെ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുന്നതിന്റെ രഹസ്യം കഠിനാധ്വാനവും മിതമായ ഭക്ഷണരീതിയും ലഹരി പദാർത്ഥങ്ങളെ അകറ്റി നിർത്തിയതുമാണെന്ന് വർക്കിച്ചേട്ടൻ പറയുന്നു. ഇക്കാലത്തിനിടെ ആശുപത്രിയിൽ കഴിയേണ്ടി വന്നിട്ടുള്ളത് വെറും 2 ദിവസം. രാവിലെ നേരത്തെ ഉണരും. കട്ടൻ ചായ കുടിച്ച ശേഷം പറമ്പിലിറങ്ങി നടക്കും. ചെറിയ തോതിൽ കൃഷിപരിചരണവും നടത്തും. രാവിലെ ഒരു 6:30 എനിക്ക് കഴിഞ്ഞാൽ കട്ടൻ ചായ കുടിക്കും.
അത് കഴിഞ്ഞ് പറമ്പിലേക്ക് ഇറങ്ങും. നടത്തിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്തിരി കഞ്ഞി കുടിച്ചിട്ട് പറമ്പിൽ എന്തെങ്കിലും പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. അത് മുടങ്ങാതെ ചെയ്യും, എല്ലാ ദിവസവും ചെയ്യുന്ന പണികളാണ്. പിന്നെ ഒരു 10 മണിയാകുമ്പോഴേക്കും വന്ന് കഞ്ഞിയൊക്കെ കുടിച്ച് ഒന്ന് വിശ്രമിച്ച് വീണ്ടും ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും ഇറങ്ങി പഴയതുപോലെ തന്നെ പണികളെടുക്കും. ആയുസ്സും ആരോഗ്യവും നിലനിർത്താൻ ലഹരി ഉപേക്ഷിക്കണമെന്നാണ് വർക്കിച്ചേട്ടന് പറയാനുള്ളത്. ന്യൂസ് 18 കൊടകര.